ഹലോ എപ്പോ എന്റെ ദൈവമേ എന്റെ അച്ഛ എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു അച്ഛാ. ചേട്ടാ എന്റെ അച്ഛൻ പോയി. മനുഷ്യൻ നടക്കട്ടെ ചേട്ടാ അതല്ല എന്റെ അച്ഛൻ ഞങ്ങൾ ഇട്ടു പോയി. ആരും മണിയണ്ണനാ? ഉറപ്പാണോ? രാജനറിഞ്ഞില്ലേ? ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ രാവിലെ പോയത്. ദൈവം, ഇങ്ങനൊരു സംഭവം നടക്കാൻ പോലെ അയാളെ വീട്ടിൽ കാണുന്ന ഒരു കാര്യം, നിങ്ങൾ ബന്ധുക്കളുടെ നമ്പർ എന്നും എന്റെ ഇല്ല. ഞാൻ ഒരു കാര്യം മെമ്പർ ഒന്ന് വിളിച്ച കാര്യം പറയാം. ഹലോ 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 മെമ്പറേ, നമ്മുടെ സുമയുടെ അച്ഛൻ മരിച്ചുപോയി. നമ്മുടെ മണിയന്റെ ഭാര്യ. ആ നമ്മുടെ രായനില്ലേ? മണിയനെ രായനെ നിങ്ങൾക്ക് അറിയത്തില്ലയോ? കീഴ്ചുണ്ടിന്റെ ഇടയിൽ ഒരു കറുത്ത കുത്തുള്ള സുമയില്ലേ? അതിന്റെ ഭർത്താവ് പോലും ഇവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. മെമ്പർ ഇങ്ങോട്ട് വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ. ഇങ്ങോട്ട് വാ, മെമ്പർ കെട്ടിട്ടുണ്ട് കേട്ടാ. എന്റെ സങ്കടങ്ങൾ പറഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ച് കരയാ പോലെ എനിക്കൊരു കൂടെ. എന്റെ സുമ ഇങ്ങനെ നന്ദിയായിട്ട് വർത്താനം പറയരുത് കേട്ടാ. സുമ, ഭാരതം നമ്മുടെ രാജ്യമാണ്. എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ആ കണക്കിലെങ്കിലും എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോ, കുഴപ്പമില്ല. ഞാൻ സമാധാനം മാത്രമേ ഉദ്ദേശമുള്ളൂ. എന്റെ ദൈവമേ, അതെ, പഞ്ചായത്തിൽ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു, അതാണ് വരാൻ താമസിച്ചത്. ബന്നും പഴമല്ലേ മരിച്ചത്? 64 വയസ്സുള്ള മണിയൻ. പച്ച മലയാളത്തിലല്ലേ മെമ്പറെ ഞാൻ ഇപ്പൊ വിളിച്ചങ്ങോട്ട് പറഞ്ഞത്? ബോഡി അടക്കിട്ട് വല്ലതും കൊടുക്കണ്ടേ? അത് ശരി, ജീവിച്ചിരുന്ന മെമ്പർ ഈ വീട്ടിൽ വരെ വല്ലതും കൊടുക്കുകയോ ചെയ്ത ആളാണോ? അല്ല. ഇനി മരിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ട് ചെന്ന് ആ ബോഡി തിന്നുമെന്ന് എന്താ ഉറപ്പ്? വാശിയുള്ള മനുഷ്യനാത്. നമുക്കൊരു തിന്നണ്ടേ? അടക്കം കഴിയട്ടെ. അതിന് ചോദിച്ചാൽ അടക്കണ്ടേ? അടക്കണം, നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടേ? അടക്കം പറിച്ചില്. അതെ, പിന്നെ കാര്യങ്ങൾ എന്തായാലും സംഭവിച്ചു. അത് ദഹിപ്പിക്കണോ അത് കുഴിച്ചോ? ദഹിപ്പിക്കേ കുഴിച്ചിടെ എന്ത് വേണേ ചെയ്തോ, പക്ഷെ ഈ വീടിന്റെ അകത്ത് ഇറങ്ങാൻ സമ്മതിക്കൂല. എന്ത് വർത്താനാണ് ഈ പറയുന്നത്? ഒറ്റ കൊണ്ടൊക്കെ നീ ബോഡി അകത്ത് വെച്ചില്ലേ ഞങ്ങൾ കൊണ്ട് അലമാര വെക്കാൻ പറ്റുമോ? ഇതെന്താ കുബേർ കുഞ്ചിയാണോ? അതെ, എന്തായാലും വാശി വൈരാഗ്യമായിരിക്കട്ടെ, കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കട്ടെ. എന്റെ അച്ഛനായിട്ട് മരിച്ചിട്ടില്ലെന്ന്. അച്ഛൻ മരിച്ചിട്ടില്ലെന്ന്? പിന്നെ നീ ഇവിടെ കിടന്ന് അച്ഛാ കൊച്ചാൻ നിലവിളിച്ചോ? അത് എന്റെ അച്ഛൻ്റെ രണ്ടാമതൊരു കല്യാണം കഴിച്ച പെണ്ണിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ടെന്ന്. മണിയല്ല എന്താ കല്യാണം കഴിച്ചാ? അതിനാണോ നീ ഇങ്ങനെ കരയുന്നേ? എന്റെ സുമ, നീ ഇങ്ങ് വന്നേ. നീ സന്തോഷിക്കാണ് വേണ്ട. സത്യം സന്തോഷിക്കാനോ? ഇത്രയും വലിയ സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ജോലികളും നീ ഒറ്റയ്ക്കല്ല ചെയ്യുന്നേ. ഇനിയിപ്പോ നിന്റെ അച്ഛൻ കല്യാണം കഴിച്ചോണ്ട് വന്ന പകുതി ജോലി അവർ ഷെയർ ചെയ്തങ്ങെടുക്കില്ലേ? പിന്നെ മാത്രമല്ല, സ്നേഹത്തെ അങ്ങോട്ട് നോക്കുമ്പോ ഒരു വേലക്കാരി, ദേഷ്യത്തെ അങ്ങോട്ട് നോക്കുമ്പോ ഒരു രണ്ടാനമ്മ. എങ്ങനെ നോക്കിയാലും ലാഭം നിനക്കാ. നീ വിഷമിക്കരുത്. അല്ല, സംഭവം ശരിയാണ്, പക്ഷെ എന്റെ രാജേട്ടൻ അറിഞ്ഞ സമ്മതിക്കൂല. രാജ അത്ര പ്രശ്നക്കാരനാണോ? ആണറിയില്ലേ? ഭയങ്കര കച്ചറയാണ്. ഈ പുള്ളിക്ക് 2 ഏക്കർ 2 വഴി അറിയുള്ളൂ. ഒന്ന് ഷാപ്പിലെ കറിയുടെ വില, പിന്നെ വിവരയിലുള്ള വഴി. ഇത് രണ്ടും മാത്രമാണ് ഈ പുള്ളിക്ക് ആകെ അറിയാവുന്നത്. അയ്യോ, ഒന്നും മിണ്ടല്ലേ, ചെറുക്കനും പെണ്ണും വരുന്നു. അയ്യോ, ചെറുക്കനും പെണ്ണും അല്ല, മുതുക്കനും പെണ്ണും. ഈ വയസ്സുകാലത്ത് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയെടുക്കട്ടല്ലേ? ഈ വയസ്സുകാലത്ത് ഈ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ മെമ്പറെ ഇങ്ങോട്ട് വന്നേ. ഏത് നേരവും വീട്ടിൽ കട്ടൻ കാപ്പിയും കടുകാപ്പിയും കുടിച്ചിരുന്നാ മതിയാ. പിന്നെ പിച്ചക്കാരനാണെങ്കിലും മെട്രോ ട്രെയിനിൽ കയറാൻ താല്പര്യം ഇരിക്കോ? അപ്പൊ അതുകൊണ്ട് എടുത്തു പോയതാ. പിന്നെ എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? ചേട്ടാ പറയുന്നത് വേറെ ഒന്നും തോന്നരുത്. ചേട്ടന്റെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെയല്ലേ വരുള്ളൂ. പക്ഷെ ചേച്ചിയുടെ സെലക്ഷൻ തീരെ മോശം. പിന്നാണി പറയാൻ കേറ്റി കളിക്കാൻ. നീ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാനെന്ത് നമുക്ക് നല്ല തേപ്പ് വന്നിട്ടിരിക്കുമല്ലേ? എന്താ? ഓ, അതന്നെ നല്ല തേപ്പ നമുക്ക് വന്നു. എന്റെ മണിയണ്ണ, ഫേസ്ബുക്ക് വേറെ എത്രയോ കൊച്ചുണ്ടായിരുന്നു. ഈ ചേച്ചി തന്നെ കല്യാണം കഴിക്കണമായിരുന്നോ? അതിന് നിന്റെ മുഖത്ത് വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ. നിന്റെ പെണ്ണുപിള്ളാണ് അല്ലെങ്കിൽ പെങ്ങളാണത്. അതായിരുന്നു വിഷമമില്ലായിരുന്നു. ഇനി പാരാത്രി 12 മണിക്ക് ഞാൻ ആരോടെ ചാറ്റ് ചെയ്യും? ഞാൻ ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് അയച്ച് അത് അക്സെപ്റ്റ് ചെയ്തെടുത്ത് റൂട്ടായി വരാൻ എത്ര സമയം എടുക്കും? അയ്യോ, അപ്പൊ നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആണോ? അതാ മനസ്സിലാവും. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനല്ലേ കുളത്തിൽ ഇങ്ങനെ ചൂണ്ടയിടുന്ന ടൊവിന തോമസ്. എന്റെ FB പേര് റിജോ MBBS. അയ്യോ, ആ MBBS അല്ല, മൊബൈൽ ബോർഡ് സെയിൽസ് ആൻഡ് സർവീസ്. ഡോക്ടർ ഒന്നും അല്ല. പിന്നെ നിന്നോട് ആ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ഇനി നാളെ തുടങ്ങിയിട്ട് ഇവനും മറ്റേക്കായിട്ട് ചാറ്റങ്ങാനും തുടങ്ങിയാ നിന്റെ ഊര് കുറച്ച് ഭാഗം കൊടുത്തിട്ട് തന്നെ ആറ്റിക്കളയും. കുറച്ച് ഭാഗം? ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ. പിന്നെ സംസാരിച്ചും പറഞ്ഞു നിൽക്കാൻ സമയമില്ല. രാഘവടുത്ത് മുമ്പ് വീട്ടിനകത്ത് എങ്ങോട്ടാ? ഈ വീടിന്റെ പടി ചോട്ടാ ഞാൻ സമ്മതിക്കൂല. ചേട്ടാ, ഞാൻ ആ കൊച്ചിന്റെ കാല് തൊട്ട് തൊട്ടെ. എന്നാത്തിനാ?
അല്ല അതാണല്ലോ ഒരു ആചാര്യ മര്യാദ. നല്ല ടൈമാ, ചെന്ന് കേറി കൊടുക്കുക. എന്തോ കാണിക്കുന്നേ? ഞാൻ അങ്ങനെ മോള് അല്ലാണ്ട് നിങ്ങളുടെ അമ്മായിയമ്മയല്ല. ഇനി നീ എന്ത് വർത്താനം എടി പറയണത്? ഇനി നിന്റെ വയറ്റിൽ പറക്കാതെ പോയ നിന്റെ രണ്ടാം പേടിയത് കാല് നീട്ടി കൊടുക്കണേ. ദേ ഇതെങ്ങനെ രാജണ്ണൻ അറിഞ്ഞ കാലല്ല കൈയായിരിക്കും നീട്ടുന്നത്. അയ്യോ അപ്പൊ രായന് അറിഞ്ഞിട്ടില്ലേ? ഇല്ല. അപ്പൊ ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയും. മലയിൽ ആഴത്തെത്താ 7-ാം ദിവസം രാജൻ അറിഞ്ഞിരിക്കും. ഇതിന് ഇന്നൊരു തീരുമാനം വേണം. ഇത് തീരുമാനം ഉണ്ടായിരിക്കണം. രവി മെമ്പറുമാണ്. ഇങ്ങോട്ടൊക്കെ ഇറങ്ങട. ആവശ്യമില്ലാത്തവർ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടാ. വിട്ടോ. എടാ പുള്ളിക്ക് ഒരു അബദ്ധം പറ്റി. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ കുഴപ്പമൊന്നുമില്ല. നീ അവരെ ഭാഗത്ത് കയറ്റ്. വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ വന്നിരിക്കുന്ന കുളിക്കാത്തവന്മാരെ ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. എടാ നീ അമ്മ അങ്ങനെ വിളിച്ചാടേ. ഇത്ര നേരം ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയ എന്ത്? നമ്മുടെ വീട്ടിൽ 10-200 ഉണ്ണാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അയ്യോ 10-200 പേർക്ക് ഉണ്ണാൻ പോകുന്ന സെറ്റപ്പുള്ള തലവാടി. ഇവൻ ചെയ്ത പരിപാടി എന്താണെന്നറിയോ? റോട്ടിന്റെ പണിയാണെന്നപ്പോ ടാർട്ട് എത്തിച്ചപ്പോ അയ്യപ്പൻ കഞ്ഞി വെക്കണമെന്ന് പറഞ്ഞ് കലോടുത്തോണ്ട് ഓടിയാനവൻ. അവനാണ് ഇതാണ് നമ്മുടെ രായൻ. അവൻ ഇത്തിരി ചൂടിലാണ്. ഞാനും നടക്കേണ്ടി വരാം. മോനെ രായ, എടാ ഇവിടെ ഒരു മംഗളകർമ്മങ്ങൾ നടക്കുമ്പോ നിനക്ക് നേരത്തിനും കാലത്തിനും വീട്ടിൽ കയറി വന്നൂടെ? അമ്മാവന്റെ പറച്ചിലായിട്ടൊന്ന് 6 മാസം മുമ്പേ ലെറ്റർ അടിച്ച് കാറും വിളിച്ച് വീട്ടിൽ വന്ന് വിളിച്ചെന്ന്. ഇത് ഞാൻ അറിയാന്നറിയാം. തേങ്ങോട്ട് സുഖം പറയുമ്പോ ഞാൻ അറിയുന്നത്. രാജ നിന്റെ അമ്മയപ്പല്ലേ അവൻ വേറെ കല്യാണം കഴിക്കും. നീ പോകുന്ന കല്യാണത്തിന് എന്റെ തൊലി പൊളിഞ്ഞു പോയി. അറിയൂ നീ ഇന്നലെ തുടങ്ങിയ പ്രണയമൊന്നും അല്ല. പിന്നെ കുറെ വർഷങ്ങളായിട്ട് ഞാൻ എന്റെ പൊന്നൂസിന്റെ പുറകെ പാറി പാറി നടക്കല്ലേ. ആണല്ലേ? അമ്മാവന്റെ പേര് മണിയനല്ലേ? അല്ലാതെ മണിയനീച്ചയൊന്നും അല്ലല്ലോ ഇങ്ങനെ പാറി പാറി നടക്കാൻ. നീ അതല്ല പറഞ്ഞത് കേട്ടാ പൊന്നൂസേ. ഈ കാരണമല്ലേ ഈ വയസ്സാം കാലത്ത് കെട്ടിയെന്നുള്ള പേര് പറഞ്ഞത്. നിന്നെ കാത്തിരുന്ന് എന്റെ മൂക്കിൽ പല്ല് വരെ കെടുത്ത് അറിയാവോ? അതുകൊണ്ടാണ് ഇത് കെട്ടിയത്. എന്നാ പിന്നെ 2 ബ്രഷ് മേടിച്ചാ പോരെ? അതെന്തിനാ? ഒന്ന് മൂക്കിലെ പല്ലും തേക്കാം, മറ്റേത് വായിലെ പല്ലും തേക്കാം. എടാ ഞാൻ അതല്ല പറഞ്ഞത്. നീ ഇങ്ങോട്ട് വന്നേ. എടാ ഈ വയസ്സാം കാലത്തെ എന്റെ ശരീരത്തിൽ ഇല്ലാത്തതൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇത് സെറ്റപ്പ് ഒപ്പിച്ചത്. എനിക്ക് മനസ്സിലായി. എടാ അതല്ല ഞാൻ പറഞ്ഞത്. രോഗമുണ്ടെന്ന്. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പിന്നെ പോരാത്തതിന് മൂത്രത്തിൽ കല്ലും തേ കാലും പാണി. അപ്പൊ പെണ്ണല്ല വേണ്ടത്, നല്ലൊരു ചുറ്റിക. അതെന്നാ? കാലിൽ ആണി അടിച്ചു വളയ്ക്കണം, മൂത്രത്തിലെ കല്ലും അടിച്ച് പൊട്ടിക്കണം. അതാണ് അമ്മാവൻ അത്യാവശ്യം. അല്ല പെണ്ണിട്ടാണ് വേണ്ടത്. നീ അത് പറയരുത്. നീ ഇങ്ങോട്ട് വന്നേ. എടാ അകത്തുള്ളത് കാണിച്ചു തരാൻ പറ്റൂല. അതായത് മൂത്രത്തിൽ കല്ല്. പുറത്തുള്ള കാലുമൽ താടി ഞാൻ കാണിച്ചു തരുന്നത് കേട്ടാ. ശരിയാടി. പച്ചമരുന്നിട്ടേക്കുന്നത് കാലില്. അയ്യോ ഇത് പച്ചമരുന്നിട്ടാക്കണമല്ല. കാലിൽ ആണിയല്ലേ തുറപ്പിക്കാതിരിക്കാൻ പ്രൈമർ അടിച്ചു വെച്ചാക്കേ. എന്നാ ഒരു കാര്യം ചെയ്യും, 2 കലണ്ടർ കൂടെ തൂക്കിയിടാത്തത് കാണാൻ ഒരു ചന്തം ഉണ്ടാവും. എടാ അതൊക്കെ ശരി തന്നെയുണ്ടേ. പിന്നെ ഞാനൊരു കേസ് പറയാല്ലോ. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ എല്ലാ സങ്കല്പങ്ങളും ഈ പെണ്ണിലുണ്ട്. അതായത് അണ്ടിപ്പരിപ്പ് പോലത്തെ മൂക്ക്, ഉണക്കമുന്തിരി പോലത്തെ കണ്ണ്, തലയില് മൊത്തം മസാലയുടെ മണം, നാടൻ കോഴിയുടെ നടപ്പ്. സത്യം പറഞ്ഞാൽ ഈ മുതുകെണ്ടയ്ക്ക് വേണ്ടത് പെണ്ണല്ല, ഒരു നാടൻ കോഴി ബിരിയാണി. അതാണ് വേണ്ടത്. എടാ ബിരിയാണി ചോറാണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും ഞാൻ കുറച്ച് കഴിച്ചു പോയില്ലേ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. കഴുതയെ പോലെ പണിയെടുത്ത് പട്ടിയെ പോലെ ഞാൻ ഈ കുടുംബത്തിൽ ജീവിക്കുന്ന അറിയൂ. നീ കൂടെ വന്നേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യത്തിൽ നീ കഴുതയാണോ പട്ടിയാണോ? വിളിച്ചോണ്ട് പോ. കൊരക്കനാട്ടല്ലേ? നീ ഒറ്റ ഒരുത്തിയാണ് ഇതിനെല്ലാത്തിനും കാരണം. നീ ഒറ്റ കണ്ട ഇപ്പൊ വന്ന കണ്ട ഈ മണവാട്ടിനെ കഴുത്തി കിടക്കുന്ന കണ്ടാടി. എന്തുമാത്രം സ്വർണ്ണം എനിക്ക് ഇതിലെ ഒരു അംശം തന്നിട്ടുണ്ടോ? ഒരു അംശം എനിക്ക് നാട്ടുകാർ എന്ത് പറയുവാടാ? എന്റെ മോളെ നിന്നെ വെറുതെ ഏറ്റിക്കൊണ്ട് വന്നത്. അവൾക്ക് കല്ലുമാല, മുത്തുമാല, കരിമണിമാല, കരിയേനമാല ഇതൊക്കെ ഇട്ടുണ്ടല്ലോ നിന്റെ കുടുംബത്തിലേക്ക് പറഞ്ഞു. ഈ കല്ല് കരിയിലേക്ക് തരാൻ ഞാൻ മണ്ണാങ്കട്ടയാണോ അമ്മാവാ? മണ്ണാങ്കട്ടയാണോ? എനിക്ക് ഇപ്പോഴെങ്കിലും അത് മനസ്സിലായില്ല. മണ്ണാങ്കട്ടയാണോ? നീ ഒറ്റ ഒരുത്തി നീയാ എന്നെ ഇങ്ങനെ ആക്കി. നീ അല്ലടി ഇദ്ദേഹത്തിന് ഗൂഗിൾ അക്കൗണ്ട് എടുത്ത് കൊടുത്ത്? അത് ഞാനാ. വാട്സാപ്പ് എടുത്ത് കൊടുത്ത നീ അല്ലേ? അത് ഞാനാ. ഫേസ്ബുക്ക് എടുത്ത് കൊടുത്ത നീ അല്ലേ? ഞാനാ. അങ്ങനെയുള്ള നീ ചേട്ടാ ഈ പെണ്ണെന്തിനാ വിളിച്ചു പോകുന്ന? അതിന് അങ്ങേരൊന്നും ചെയ്തില്ലല്ലോ. ഇങ്ങനെ മണവാട്ടിത്തല്ലേ ഇവിടെ സ്ഥിരം. ഞാൻ ഓമത്തേ ഉള്ളൂ. എവള് കിടന്നെങ്കിൽ വിളിക്കും. പയ്യന്മാര് വന്ന് എന്നെ പൊങ്കാലിട്ടിട്ട് അങ്ങ് പോകും. ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ പുതിയ മാമിനെ കാണാൻ വേണ്ടിയിട്ട് എന്റെ പെങ്ങളുടെ മോനും വൈഫും കൂടി അമേരിക്ക നിങ്ങളുടെ വന്നിട്ട് നീ അവന്റെ മുമ്പിൽ വെച്ചിട്ട് ഈ കോഞ്ഞാട്ട ഉടുപ്പും മുണ്ടൊക്കെ എടുത്തിട്ട് വനേട്ട വർത്താനം പറയരുത്. മനസ്സിലായ? കുഴപ്പമില്ല. വരട്ടെ. ഇവളുടെ പറയുന്ന മറ്റേ വാവളുന്നല്ലേ? എടാ അവന് വാവളുന്താനല്ല. ഇപ്പൊ അവനൊരു സിനിമാ നാട്ടിനെ കെട്ടിയിട്ടേ അന്തസ്സായിട്ട് ജീവിക്കേ. ആരൊക്കെ ശമ്പളം അവൻ, ആരൊക്കെ ശമ്പളം. അയ്യോ കണ്ടാ
Uncle, ആ? new auntie. Wish you a happy second marriage. ആ, thank you, thank you. ഉള്ള ഉരുട്ടി വെച്ചിട്ട് കാക്കയെ കൈയടിച്ച് വിളിക്കേണ്ടവനാ സതീഷ് കട്ടിൽ തെറ്റ് ബെത്തേറ്റ് എന്ന് അച്ഛനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാരാ? അയ്യോ നിന്നെ പറഞ്ഞു മനസ്സിലാക്കിയില്ലേ എടാ ഇതാണ് നിന്റെ ആദ്യത്തെ മുറപ്പെണ്ണ് നിന്റെ ഭർത്താവ് രാഘവൻ. അളിയ അറിഞ്ഞില്ല, അറിയാത്തോണ്ടാ. നിനക്കറിയത്തില്ലായിരിക്കും. ഇല്ല. നിനക്ക് ഓർമ്മ നിനക്ക് നല്ലപോലെ തന്നെ അറിയാം. ഇല്ല. കൊച്ചുനാളിൽ നീ എവളുടെ പുറകെ നടന്നതിന് പച്ച മടലിൽ നിന്റെ ചന്തിയിൽ ചാടിച്ചിട്ട് എന്നെ വർത്താൻ നോക്കടേ പറയണേ എന്ത്? എടാ അന്തസ്സും ആവിയാത്തുള്ള ഒരു തറവാട്ടിൽ പറഞ്ഞവൻ അവന്റെ മുമ്പിൽ വെച്ചിട്ട് നീ ചന്തി ചന്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ചന്തിക്ക് ചന്തി എന്നല്ല ദുൽഖർ സൽമാൻ എന്ന് പറയാൻ പറ്റും. നമ്മളതൊന്നും പഠിച്ചിട്ടില്ല. സുമേ, മനുവേട്ടാ എന്തൊരു കോലമാടി നിന്റെ. ആകെ ഉണങ്ങിപ്പോയല്ലോ. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യടാ, കുറച്ച് ഈസ്റ്റ് ഇട്ടോട്. അവള് പുളിച്ച് പെരുവീഞ്ഞ് വരട്ടെ കയറി തുടങ്ങിപ്പോയി. ബാക്കിയുള്ള നിന്നിട്ട് അത് കാണാൻ വയ്യ. ഇവിടെ ഭർത്താവ് തന്നെ അല്ലേ? അല്ലേ? അല്ലടാ, ആഴ്ച ആഴ്ച മാറ്റി നിന്റെ ആഫ്രിക്കൻ കൾച്ചർ ഇവിടെ. സുമേ, നമ്മളെ കൊച്ചിലെ കഞ്ഞിയും കറി വെച്ച് ഓർമ്മ ഉണ്ടോ? ഉണ്ട് ഏട്ടാ. അന്ന് മണ്ണപ്പച്ചിട്ട് ഓർമ്മയുണ്ടോ? ഓ പിന്നെ. ഇപ്പോഴും ആ മണ്ണപ്പത്തിന്റെ ടേസ്റ്റ് അതിന്റെ നാക്കില്. അവ അമേരിക്ക പോയാലും ആ മണ്ണപ്പം മറന്നിട്ടില്ല അവൻ. അവൻ അമേരിക്ക ഏത് അമേരിക്ക പോയാലും നീ ചെയ്തത് ശരിയാണോ അല്ലേ, ഞാൻ എന്താ ചെയ്തത്? എടാ നീ വൈഫിനെ കൊണ്ട് വരാത്തല്ലേ ഒരായിട്ട് നീ ഒറ്റക്കെന്തിനാണോ വന്നത് ആ അത് പറ. അവൾ ആഫ്രിക്കയിലെ സിനിമ നടിയാന്ന് അറിയാമല്ലോ. 3 സ്റ്റേറ്റ് അവിടെ വിട്ടിട്ടുണ്ട്. ആഹാ, അവളെ വരാൻ സമയമില്ലായിരുന്നു. പിന്നെ കേരളം എന്ന് പറഞ്ഞപ്പോ ചാടി അങ്ങ് വീണു. എന്നിട്ട് എവിടെ വിളിക്ക് ഈ ഞായറാഴ്ചയാ? ഇവിടെയുണ്ട്. ഇങ്ങനത്തെ അവിടെ ഒരു കോൾ ചെയ്തോട്ടെ. മനുവേ, എവിടേക്കെന്താ? നീ വീട്ടിലോട്ടൊന്ന് വരുവോ? ഇവിടെ ഒരു ആഫ്രിക്കൻ തത്ത വന്നിട്ടുണ്ട്. വാ വാ വാ. എന്താ? വേണ്ട വേണ്ട, നമുക്ക് കറി വെക്കണ്ട, വരഞ്ഞ് പൊരിക്കാം. ഞാൻ പിടിച്ചു വെച്ചേക്ക, നീ വന്നാ മതി കേട്ടോ, കുഴപ്പമില്ല. ഓ ശരി ശരി. എടാ ഇപ്പൊ പിടിച്ചോണ്ട് പോടാ, പിടിച്ചോണ്ട് പോകും കേട്ടാ. നിന്റെ ആഫ്രിക്കൻ തത്തയെ മുഖം അശേഷം പട്ടിയിലെ കൊരയും. എവിടെ നിന്നാ ഇതിനെ കിട്ടിയത് നിനക്ക്? സത്യം പറ, ഇതിന് എവിടെ നിന്ന് കിട്ടിയത് നിനക്ക്? ഇതിനെ കടിക്കോ? You, you cheating? You bloody useless! You know how to suspend a call number? Please recharge the currency unable. This is already Mr. Study. No talking. I don't know wonderful cat and he's making it smell like you. പച്ച മടല് കിടപ്പില്ലൂടെ, പച്ച മടല് ഒറ്റ അടിക്ക് ഞാൻ കിടത്തിയല്ലേ. എന്ത് ഭാഷ പറയുന്നത് എന്റെ കുടുംബത്തിൽ? ശ്വാസമുട്ടലും വലിവെള്ളം പറഞ്ഞിട്ടുള്ള പിന്നെ എന്താ വായിക്ക് പറ്റ വലയ്ക്കുന്നത്? തവളെ നീ ഇവൾക്ക് ഞങ്ങളൊന്നും അറിഞ്ഞുകൂടില്ല. അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് ആദ്യം തന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്നേ. ഞാനതൊക്കെ മറന്നു പോയി. വന്ന് വെപ്പാർത്തില്ല, ഞാനത് ഓർത്തില്ല. ചുണ്ടാച്ചി ചുണ്ടാച്ചി tunjante tundu tunda batachi You tundachi cinggi kundu batatu koto tenda takot tunda batachi tinda kaki tunda batati kate patale pita lo bati tinda tati What is ula? Tutaki tadi tingga pate genda tu tundaki അത് പറഞ്ഞപ്പോ അവളെ ചിന്തക്ക ചിന്ത എന്നെ പരിചയപ്പെടുത്തിയപ്പോ അങ്ങ് താഴെ പോയി. ചിന്തക്ക ചിന്ത, ഈ ചിന്തക്ക ചിന്ത എന്തിനാ ഇതിലേക്ക് വിളിച്ചോണ്ട് വരുന്നത് ഇവിടെ? നിന്റെ ആരാ ഇത്? എന്റെ ഭാര്യ. നിന്റെ ഭാര്യ? എന്ത് ഭാര്യ? Oh, you're very you. I'm cheating. You somebody is this one running Java. You cheating me the way. You should എന്റെ ഭാര്യ നീ പറപ്പിച്ച് കളഞ്ഞല്ലോ. ആഫ്രിക്കന് നിന്റെ ആഫ്രിക്കൻ ചിന്താക്കി എന്ത് പാട്ട് പറയുന്നത്? എനിക്ക് ഇനി ഒരു നിമിഷം പോലും അയാളോട് ജീവിക്കണ്ട. ഇനി അങ്ങേര് വാദം എന്തെങ്കിലും പറഞ്ഞ ഉറപ്പായി ഞാൻ ചാടും. ഞാൻ നീ നിന്റെ അവള് തെറ്റിച്ചാടും. ഇല്ല ഞാൻ ചാടല്ലേ സുമ ചാടല്ലേ ഞാൻ ചാടും. സുമ ചാടല്ലേ ഞാൻ ചാടും. അഥവാ ചാടുവാണെ രണ്ടാമത്തെ തൊടി പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ നിറങ്ങി അങ്ങ് പോയാൽ മതി. ചാടല്ലേ ചാടല്ലേ ഞാനാ പറഞ്ഞ ചാടല്ലേ. എങ്ങനെ? രണ്ടാമത്തെ തൊടി പിടിച്ചിട്ട് നിറങ്ങി അങ്ങ് പോകുന്നല്ലേ നല്ലത്.
ആ ചാടാൻ നിൽക്കുന്ന ആര്? നിന്റെ ഭാര്യ. അല്ല നിന്റെ ഈ കാട്ടുകുരുവിയാണ്. പിന്നെ എന്തിന് ഇങ്ങനെ നിരങ്ങി നീ താഴോട്ടാക്കി അവളെ വിളിക്കുന്നു? നീ ആരെയാ കാട്ടൂരിന്ന് വിളിച്ചേ? നിന്റെ ഭാര്യ. എന്റെ ഭാര്യ. ആ. എന്റെ ഭാര്യ ആരെന്നറിയാം? ആരുടെ? ആഫ്രിക്കയിലെ നടിയാ, സിനിമ നടി. എവിടെ? 3 സ്റ്റേറ്റ് അവാർഡ് എടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. എടുത്തതായിരിക്കില്ല, ഇല്ല. എടുത്തോണ്ട് ഓടിയതായിരിക്കും. നീ ആരാ? ഞാൻ ആരാന്ന് വിചാരിച്ചേ? നീ ആരെടാ? ഞാൻ ഈ കേരളത്തിൽ വന്നിട്ടാ വിചാരിച്ചേ? ആ. നീ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നീ എന്റെ മുറപ്പന്നെ കൊണ്ടുപോകുന്ന പറയുന്നത് പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ അടിച്ചു കണ്ടില്ലേ? പോയി അടി. ഞാനത് കണ്ടില്ലായിരുന്നു. ശ്രദ്ധിച്ചില്ലേ? ഇല്ല, അടിച്ചാ? അതൊന്നും അല്ലല്ലോ ശ്രദ്ധ. എടി, ആയാ? ആ, എന്തിനാണ് ഈ ഒരു കാര്യമായിട്ട് തല്ലിയത്? തല്ലേണ്ട കാര്യം ഉണ്ടായിട്ടും പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. തല്ലേണ്ടവരെ തല്ലേണ്ട സമയത്ത് തല്ലണം. 65 വയസ്സായിട്ട് കല്യാണം കഴിച്ചോണ്ട് നീ കുടുംബം ഇല്ലാതാക്കാൻ ശ്രമിച്ച അമ്മാവനെയാണ് ആദ്യം തല്ലേണ്ടത്. ആ, സ്വന്തം ഭാര്യ കിണക്കി ചാടാൻ നിൽക്കുമ്പോ അവൻ നിക്കാൻ മേലാതെ നിന്ന് നാടുന്നു. ദാ ഇനി മേലെ വേഷം കെട്ട് കാണിച്ചാണ്ടല്ലോ ഈ തന്നതായിരിക്കത്തില്ല, നിന്റെ മുട്ടുകാലിയാ തല്ലിടിക്കും കേട്ടാ. ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് വരാൻ. ആണുങ്ങളങ്ങനെ പലതും കാണിക്കും. അന്ന് കരുതി നീ ചാകാൻ നിന്നാലേ നിനക്ക് ചാകാനേ നേരമുള്ളൂ കേട്ടല്ലോ. ഇനി ഇവിടെ കള്ളൂടി ഉണ്ടാവില്ല, ബഹളം വെക്കും ഉണ്ടാവില്ല. ഇത് ഞാനാ പറയുന്ന കേട്ടല്ലോ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി എല്ലാവർക്കും ഒരു ചായ എടുക്കട്ടെ. അത് ശരി. വെള്ളപ്പൊക്കവും പേമാരിയും കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ തന്നെ ചൂണ്ടയിടുന്നു. എന്താ കേട്ടോ? കണ്ടാടി, ഇതാണ് പെണ്ണ്. വന്നിട്ട് 1 മണിക്കൂറായില്ല, ഒരു കുടുംബത്തെ നിലയ്ക്ക് നിർത്തിയത് കണ്ട. ഇത് കണ്ട് നീ പഴിക്കണം കേട്ടോ. വരുമാനെ, ആ? എങ്ങനെയുണ്ട് അമ്മാവന്റെ സെലക്ഷൻ? അമ്മാവന്റെ സെലക്ഷൻ സൂപ്പർ.